എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയിൽ ബലാത്സംഗ കുറ്റത്തിൽ കുടുങ്ങിയ നടന്മാർക്ക് 2 നീതി കിട്ടിയെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിറയുകയാണ്. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി. എന്നാൽ മറ്റ് നടന്മാർക്കെല്ലാം ജാമ്യം കിട്ടുകയും ചെയ്തു. സിദ്ദിഖിന്റെ കേസിൽ പ്രോസിക്യൂഷൻ കാട്ടിയ കരുതൽ എന്തുകൊണ്ട് മറ്റ് നടന്മാരുടെ കേസിലുണ്ടായില്ലെന്നതാണ് ഉയരുന്ന ചോദ്യം. സിദ്ദിഖിനെ വീഴ്ത്താൻ തെളിവുകൾ ശേഖരിച്ച് വലവിരിച്ചപ്പോൾ മുകേഷിന് ജാമ്യം കിട്ടാൻ എല്ലാം എളുപ്പമാക്കി സർക്കാർ കുടപിടിച്ചുവെന്നും ആരോപണമുണ്ട്. ഇതിനൊപ്പം മുകേഷ് കേസിലെ ഇരയ്ക്കെതിരെയും കേസെടുത്തു. അങ്ങനെ ഇരയെ സമ്മർദ്ദത്തിലാക്കി നിശബ്ദമാക്കാനും കഴിഞ്ഞു. ഇന്ന് ഇരയും പോക്സോ കേസിൽ ജാമ്യം എടുക്കേണ്ട അവസ്ഥയിലായി. സിദ്ദിഖിന്റെ ജാമ്യ കേസിൽ കോടതി വിധി വരുന്ന ദിവസം നോക്കി മുകേഷിനെ അറസ്റ്റ് ചെയ്തും സഹായമായി. അതുകൊണ്ടുതന്നെ ചാനൽ ചർച്ചകളിലും പത്രവാർത്തകളിലും മുകേഷിന്റെ അറസ്റ്റ് രണ്ടാമതായി. ജാമ്യവിധി എന്തുതന്നെയായാലും ആ ദിവസത്തെ ചർച്ച സിദ്ദിഖിലേക്ക് മാറുമെന്നത് വ്യക്തമായിരുന്നു. ഇതുകൊണ്ടാണ് ആ ദിവസം തന്നെ മുകേഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നും സൂചനയുണ്ട്. ബലാത്സംഗ കേസിൽപ്പെട്ട നടന്മാർക്ക് പിണറായിയുടെ ഇരട്ട നീതിയെന്ന ആക്ഷേപം ചർച്ചയാക്കുകയാണ് ഈ സംഭവങ്ങൾ. എല്ലാ കേസുകളും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നുവെന്ന വിലയിരുത്തൽ സിനിമയിലെ പരാതിക്കാർക്കിടയിൽ സജീവമാണ്. സിദ്ദിഖ് കേസിൽ കരുതലോടെ പോലീസ് തെളിവ് ശേഖരണം നടത്തി. മസ്കറ്റ് ഹോട്ടലിലെ രേഖകൾ അടക്കം വീണ്ടെടുത്തു. ഇരയുടെ മൊഴി വസ്തുതാപരമെന്ന നിലപാടും എടുത്തു. അതുകൊണ്ടാണ് സിദ്ദിഖിന് ജാമ്യം കിട്ടാത്തത്. എന്നാൽ മുകേഷ് കേസിൽ മറിച്ചാണ് സംഭവിച്ചതെന്നാണ് ആരോപണം. മുകേഷ് കേസിൽ ജാമ്യം തള്ളിയ കോടതി വിധിക്കെതിരെ അപ്പീലും നൽകിയില്ല. ഇതിനിടെ ഇരയ്ക്കെതിരെയും ഗുരുതര ആരോപണമെത്തി. ഇതിലും പോലീസ് കൃത്യമായി തന്നെ ഇടപെടൽ നടത്തി. ഇതോടെ മുകേഷിന്റെ ജാമ്യവിധിയിൽ അപ്പീൽ നൽകാൻ ആരുമില്ലാത്ത അവസ്ഥയും വന്നു. മുകേഷ് കേസിൽ അപ്പീൽ നൽകണമെന്ന നിലപാട് പോലീസിലെ ചിലർക്കുണ്ടായിരുന്നു. അത് വാർത്തയുമായി. എന്നാൽ സർക്കാർ അതിനോട് വിയോജിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇടവേള ബാബു, ജയസൂര്യ, VK പ്രകാശ്, ശ്രീകുമാർ മേനോൻ, മണിയൻപിള്ള രാജു, ബാബുരാജ് തുടങ്ങിയവർക്കെതിരെയെല്ലാം ആരോപണം ഉയർന്നു. ഇതിൽ ബാബുരാജ്, ഇടവേള ബാബു എന്നിവർക്കും മുകേഷിനെ പോലെ ബലാത്സംഗ കുറ്റമുണ്ട്. ശ്രീകുമാർ മേനോനെതിരെയും ഗുരുതര ആരോപണമുണ്ട്. എന്നാൽ ഇവർക്കെതിരെയൊന്നും പോലീസ് കരുതലോടെയുള്ള തെളിവ് ശേഖരണം നടത്തുന്നില്ല. സിദ്ദിഖിനെതിരെ അതുണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റിയിലെ ഇരട്ട നീതി ചർച്ചകളിൽ എത്തുന്നത്. സംവിധായകൻ രഞ്ജിത്തിനും ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് പോലീസ് ഇട്ടത്. സിദ്ദിഖ് ഒളിവിൽ തുടരുകയാണ്. കേസിൽ അറസ്റ്റ് ചെയ്യാനിരിക്കെയാണ് നടൻ ഒളിവിൽ പോയത്. ഇതിനിടയിൽ കുറച്ചു സമയം മുൻപ് സിദ്ദിഖിന്റെ ഫോൺ ഓണായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി എല്ലാ ഫോണുകളും സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഇതിൽ ഒരു നമ്പറാണ് കുറച്ചു സമയത്തേക്ക് ഓൺ ആയത്. ഓൺ ആയതും ഫോൺ ബിസി ആയിരുന്നു. പിന്നീട് ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയി. ടവർ ലൊക്കേഷൻ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സിദ്ദിഖിനെ എത്രയും വേഗം പിടികൂടാനാണ് പോലീസ് ശ്രമം. അതിനിടെ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായുള്ള അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നായിരുന്നു ഈ നീക്കം. കുറ്റകൃത്യത്തിൽ സിദ്ദിഖിന് പങ്കുണ്ടെന്ന് പ്രഥമദൃഷ്ട്യാ വിലയിരുത്തിയാണ് അറസ്റ്റ് വിലക്കണമെന്ന ആവശ്യം ജസ്റ്റിസ് CS ഡയസ് നിരസിച്ചത്. ഇതോടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയ നടനെ കാക്കനാട് പടമുകളിലെയും ആലുവ കുട്ടമശ്ശേരിയിലെയും വീടുകളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. സിദ്ദിഖിനെതിരെ കോടതി വിധി വന്നതും പോലീസ് ചടുല നീക്കത്തിലായി. എന്നാൽ അതിനു മുൻപേ ചെയ്യേണ്ടത് ചെയ്തതുമില്ല. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ലൈംഗിക ശേഷി പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാണ്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഇടയുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത്. 2016 സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ക്ഷണിച്ചെന്നും പിന്നീട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ച മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നുമാണ് പരാതി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.